ആ സ്ഥാപനത്തിന്റെ സർവീസ് ആൻഡ് റിവ്യൂ ഫീഡ്ബാക്ക്, കസ്റ്റമറുടെ ഫീഡ്ബാക്ക് വളരെ പബ്ലിക് ആയിട്ട് പറയുന്നത് എല്ലാ ബിസിനസ്സുകളും അവരുടെ ബിസിനസ് ഗൂഗിൾ മൈ ബിസിനസിന്റെ രജിസ്റ്റർ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ ബേസിക് ക്രൈറ്റീരിയ. നമ്മൾ എങ്ങനെയാണ് ഒരു കോർപ്പറേഷൻ ലൈസൻസ് എടുക്കുന്നത്, എങ്ങനെയാണ് ഒരു GST രജിസ്ട്രേഷൻ എടുക്കുന്നത് പോലെ തന്നെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ ഇങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനം ഇവിടെ ഉണ്ട്, ആ സ്ഥാപനം ഇന്നിന്റെ പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത്, ആ സ്ഥാപനം ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ വർക്ക് ചെയ്യണമെന്ന്, ആ സ്ഥാപനത്തിൽ ഇന്ന പ്രൊഡക്ട്സ് ആണ് ഉള്ളത് എന്ന്, ആ സ്ഥാപനത്തിന്റെ സർവീസ് ആൻഡ് റിവ്യൂ ഫീഡ്ബാക്ക്, കസ്റ്റമറുടെ ഫീഡ്ബാക്ക് വളരെ പബ്ലിക് ആയിട്ട് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഗൂഗിൾ മൈ ബിസിനസ്. എത്ര ചെറുതുമാവട്ടെ വലുതുമാവട്ടെ ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ഒരു കസ്റ്റമറുടെ റേഷ്യോ ഗ്രോയിങ് ആയിട്ടാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിലുള്ള മൈമയുടെ ആണെങ്കിലും വേറെ ഏത് ബ്രാൻഡ്സിന്റെ ആണെങ്കിലും അക്കൗണ്ട്സിൽ അതിന്റെ കസ്റ്റമർ റിവ്യൂ എന്താണെന്ന് നോക്കിയിട്ട് കസ്റ്റമർ എപ്പോഴും പരിഗണിച്ച് ശ്രമിക്കുന്നത്. നമ്മളെങ്ങനെയാണ് ഒരു ഹോട്ടലിൽ പോയാൽ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിന്റെ റിവ്യൂ നോക്കുന്നത്, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ നോക്കുന്നത്, അതേപോലെ തന്നെയാണ് ബിസിനസ്സിൽ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം